മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. ഒരു വശത്ത് നിർമ്മാതാക്കൾ, മറുവശത്ത് താരങ്ങൾ. മുമ്പും ഇത്തരത്തിലുള്ള ശീതസമരം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിന് വല്ലാത്ത മൂർച്ച കൂടിയിരിക്കുകയാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഇതിപ്പം അങ്ങനെ ഒരുപാട് മൂർച്ച കൂടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടക്കിടക്ക് മലയാള സിനിമയിൽ ഉണ്ടാവുന്ന ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതില്ലേ എല്ലാവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം സുരേഷ് കുമാർ നോക്കാം. സുരേഷ് കുമാർ മറ്റു താല്പര്യങ്ങളും ഇല്ലാതെ സിനിമ എന്ന് നടക്കുന്ന വളരെ സത്യസന്ധനും സ്ട്രേറ്റ് ഫോർവേഡും ഭയങ്കര തൻ്റെയുള്ളതായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് അദ്ദേഹം മുമ്പും പറഞ്ഞതാണ്, ബാക്കിയെല്ലാം ഇപ്പം അഡപ്പ് ചെയ്തിരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി ധാരണ വേണം. നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി മാർക്കറ്റ് സ്റ്റഡി നടത്തി ലാഭനഷ്ടങ്ങൾ കണക്കാക്കി നമുക്ക് അതിൽ ഇത്ര റവന്യൂ ഉണ്ട്, ഇത്ര സമ്പത്തുണ്ട്, അതിൽ ഇത്ര ചിലവാക്കുന്ന ഐഡിയ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഉള്ളത് മൊത്തം വിറ്റ് തൊലച്ച ദിവസം ഒന്നും അല്ലാതായി. ഇതിന്റെ ചീത്തപ്പേര് ആർക്ക് കിട്ടും? സിനിമയ്ക്ക് തന്നെ കിട്ടും. ഇത് ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പല്ല സിനിമയിൽ പക്ഷെ ആളുകൾ എളുപ്പം സിനിമയിൽ അഭിനയിക്കാം, എളുപ്പം സിനിമ നിർമ്മിക്കുക എന്നുള്ളതാണ്, ഒന്നും പഠിക്കാതെ. അത്ര എളുപ്പം നല്ലത്. സിനിമ അഭിനയിക്കാതെ നിങ്ങൾ മോഹൻലാൽ എങ്ങനെ മോഹൻലാൽ അയാളെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് പോയി ക്യാമറ ഓൺ ചെയ്തിട്ട് ഒന്ന് ചിരിച്ച് കാണിക്കാൻ പറയാം, ഒരുത്തരും ചിരിക്കരുത്. അങ്ങനെ നമ്മൾ പൊതുവെ ഇങ്ങനെ ഇരിക്കില്ലേ, സിനിമയിൽ നിന്ന് ഇരിക്കാൻ പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ ആയിപ്പോ സീരിയസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് അവിടെ ഈ ക്യാമറ ഓൺ ചെയ്യുന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ യാന്ത്രികമാവും. അത്ര എളുപ്പമൊന്നല്ല. അവിടെയാണ് മോഹൻലാൽ വളരെ നൈസർഗികമായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് വണ്ടർഫുൾ എന്ന് അതേപറ്റി അറിയുന്ന ആളുകൾ പറയുന്നത്. അല്ലാതെ വണ്ടർഫുൾ എനിക്കെന്താ സിനിമയിൽ അഭിനയിച്ചൂടെ? ലോകത്ത് 99% ആളുകൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ കാര്യം എന്താണ്, അതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് ഒരിക്കലും ക്യാമറ ഉന്നയിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഇങ്ങനെ നിർമ്മാണത്തിലുണ്ട് കുറച്ച് കാശ് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കാശ് വരാന്നാണ് പലരുടെയും ശ്രദ്ധ, വിചാരം. ലോകത്തെ എല്ലാ ബിസിനസ്സിലും ഏതാണ്ട് 20% വിജയമുള്ളൂ. സിനിമയിലും അങ്ങനെ തന്നെയാണ്. അടുത്തിടെ സന്ദീപ് സേനൻ പറയുന്നത് കേട്ടോ, പ്രൊഡ്യൂസർ. അതായത് മലയാള സിനിമയിൽ ഇതുവരെ ഏതാണ്ട് 6000 അവനെ മറ്റേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയിൽ ആകെപ്പാടെ നമ്മൾ അറിയുന്ന പ്രൊഡ്യൂസർമാര് പരമാവധി എത്ര ആളുണ്ടാവും? ഒരു 100 താഴെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ പോയി ഒന്നും അല്ലാതായി പോയിട്ടുണ്ട്. അതിന് ഈ ഇൻഡസ്ട്രി അറിയില്ല. ഇതിനൊരു മായികതയുണ്ട്. എന്നുവെച്ചാല് നിങ്ങൾ മനസ്സൊരു പൈസ മുടക്കി നിങ്ങൾ സിനിമ എടുക്കും. നിങ്ങൾ 50 ലക്ഷം മുടക്കിയാൽ മതി. പിന്നെ ഇത് ഷീട്ട് കളിക്കുന്ന പോലെയാണ്. 50 ലക്ഷം മുടക്കി, അപ്പൊ സിനിമ 25% പുതിയ പിന്നെ ചില മുടക്കേണ്ടി വരും. അപ്പോൾ അവസാനം കിട്ടുന്നിടത്തെല്ലാം കടം മേടിച്ച് നിങ്ങൾ മുടക്കും. അവസാനം എന്ത് ചെയ്യും? സാറ്റലൈറ്റും ഇല്ല, OTT ഇല്ല, പിന്നെ പടം തിയേറ്ററിൽ വീണതും ഇല്ല, അല്ലെങ്കിൽ റിലീസ് ചെയ്തില്ല. അതോടുകൂടി നിങ്ങളൊന്നും അല്ലാതായി പോവുകയാണ്. അതിന്റെ ശാപം മൊത്തം സിനിമയ്ക്ക് കേൾക്കുകയും ചെയ്യും. ചീത്തപ്പേരും സിനിമയ്ക്ക് കേൾക്കും. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധാരണ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അങ്ങനെയല്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ബിസിനസ്സാണ്. അതിനെ പഠിച്ച് വേണം രംഗത്തിറങ്ങാൻ. അതാണ് സുരേഷ് പറഞ്ഞത്. സുരേഷിന് ഇപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം മൂപ്പർക്കും സുരേഷിന്റെ ഒരു അഡ്രസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള സ്വാധീനം അറിയാലോ. അദ്ദേഹം BJP-ക്കാരാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തിനുള്ള സ്വാധീനം അറിയാലോ. പക്ഷെ അദ്ദേഹത്തിന് അത് വേണ്ട. അദ്ദേഹം പറയുന്നത് ആളുകളെ കണ്ണീരോട്ട് എന്തിനാണ്. ഇപ്പൊ എന്നോട് അടുത്തിടെ ഒരു ഡയറക്ടർ പറഞ്ഞു, ഞാൻ സാധാരണ സിനിമ ചെയ്തൂടെ? അപ്പൊ സാധാരണ എടാ ക്യാഷ് വരുന്നില്ല, ഇൻഫ്ലോ കുറവാണ് ഇപ്പൊ സിനിമയുടെ. ഇപ്പൊ എനിക്ക് വിചാരിച്ചാല് പ്രൊഡ്യൂസറിനെ കിട്ടും, അത് നല്ല സ്വാധീനമുള്ള ആളാണ്. പക്ഷെ ബുദ്ധിമുട്ട് അത് അതിലൊരു കണ്ണീരുണ്ടാവും. അപ്പൊ ശാപാണ്. ഞാനതില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. അങ്ങനെയുള്ള ആളുകളുണ്ട് സിനിമ. നല്ലൊരു ബന്ധം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്, അവര് കലാകാരന്മാരല്ലേ. അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സിനിമയിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ വെച്ചാൽ വെറുതെ ഒരു ദിവസം സിനിമ ഷൂട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് ഷൂട്ടിംഗ് ഒന്നുമില്ല, മഴയായിട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 15-20 ലക്ഷം രൂപ നഷ്ടമാണ് ഒരു പണിയെടുത്തില്ലെങ്കിൽ. ക്യാമറന്റെ വാടക, ലൈറ്റിന്റെ വാടക, അമ്പളം ഇതെല്ലാം കൂടെ ആയിട്ട്. അപ്പം ഷെഡ്യൂൾ നീണ്ടു പോവുകയാണ്. അത്രയും നഷ്ടമാണ്. അത്രയും താങ്ങാനുള്ള ശേഷി സാധാരണ ചെറിയ മലയാള സിനിമകൾക്കില്ല. വല്ലപ്പോഴാണ് ഒരു മാർക്കമൊക്കെ സംഭവിക്കുന്നത്. വല്ലപ്പോഴും ഈ ബിഗ് ബഡ്ജറ്റ് ഇപ്പൊ വലിയ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ വലിയ ഹിറ്റാണ്. അപ്പം കുറച്ചുകൂടി ഡിസിപ്ലിൻ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സിനിമക്കാർ പൊതുവെ പറയുന്നുണ്ട്, കുറച്ചുകൂടി ഡിസിപ്ലിൻ വേണം. അപ്പൊ ആന്റണിയുടെ എമ്പുരാൻ എന്ന് വെച്ചാൽ അത് പാൻ ഇന്ത്യൻ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അതിന് ഇത്ര വലിയ ബജറ്റായ വലിയ പ്രശ്നമൊന്നുമില്ല, അത് വാരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടത് ആന്റണിയുടെ തന്നെ മറ്റേതുണ്ടല്ലോ മരക്കാരന് ആ പടം ചെറിയ നഷ്ടം മറ്റേ പറ്റിയിട്ടുള്ളൂ. ഒരു 1-2 കോടിയിൽ ഒതുങ്ങുന്ന നഷ്ടമേ പറ്റിയിട്ടുള്ളൂ. ബാക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ എടുത്തൊരു സിനിമയാണ്. പക്ഷെ എല്ലാവരും പാൻ ഇന്ത്യൻ രീതിയിൽ എടുക്കാൻ പോകുമ്പോൾ ആ സിനിമ ഓടണമെന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ ആന്റണിക്ക് അതിനുള്ള എന്താ പറയാ, എങ്ങനെ ഒരു സിനിമ എടുക്കണമെന്നറിയാം, അത് മാർക്കറ്റ് ചെയ്യണം. അതിന് മോഹൻലാലിനെ പോലെ പാൻ ഇന്ത്യ സ്റ്റാറാണ്. അതല്ല ഇപ്പൊ മോഹൻലാലിനെ മമ്മൂക്കനെ പോലുള്ള അല്ലാതെ നമ്മൾ പാൻ ഇന്ത്യ സിനിമ എടുത്താൽ അപൂർവമായിട്ടാണ് ഉണ്ണി മൂന്നിന്റെ സിനിമ ഒരു പാൻ ഇന്ത്യ സിനിമയായി മാറുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ട്രെൻഡ് അങ്ങ് മാറും.
ചെറിയ ബജറ്റിൽ നിന്ന് വലിയ ബജറ്റിലേക്ക് സിനിമ മാറുമ്പോൾ ട്രെൻഡ് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും അതിന്റെ പിന്നാലെ പോകും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും, അവസാനം ഇൻഡസ്ട്രി തരുന്ന അവസ്ഥ വരും. എല്ലാം ഇപ്പം പ്രഭാസിന്റെ തന്നെ നിങ്ങൾ നോക്കും, ബാഹുബലി കഴിഞ്ഞിട്ട് സഹോ, പിന്നെ വേറെ ഏതൊരു സിനിമ പൃഥ്വിരാജിനുള്ള സിനിമ, ഇതൊന്നും തന്നെ ഹിറ്റായിട്ടില്ല. അതിനുശേഷം കൽക്കിയാണെന്ന് ഹിറ്റായി മാറിയത്. അതെ, മുക്കും ബുദ്ധിമുട്ട് പാൻ ഇന്ത്യ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് പ്രൊഡക്ഷൻ ചെലവ് കുറയ്ക്കണം, കുറച്ചുകൂടി ഡിസിപ്ലിൻ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞത്. അങ്ങിപ്പോൾ പറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് പൊതുവെ എല്ലാ കാലത്തും ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ഈ താരങ്ങളുടെ പ്രതിഫലം. എന്ത് തോന്നുന്നു, താരങ്ങളുടെ പ്രതിഫലം വളരെ കൂടുതലാണോ, അതോ ഈ പറയുന്ന ഒരു അന്യായമായ രീതിയിലാണോ അവർ പണം വാങ്ങുന്നത്? എന്താണ് അത് ബിസിനസ് ഇങ്ങനെ നടക്കുന്നു ഉള്ളതിനനുസരിച്ച്. ഇപ്പൊ മമ്മൂക്കായും മോഹൻലാലൊക്കെ ആണെങ്കിൽ അവർ ഹ്യൂജ് ആയിട്ടുള്ള ക്യാഷ് മേടിക്കുമ്പോൾ അവർ ആ രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ആ ബ്രാൻഡ് ബിസിനസ് നടക്കുന്നുണ്ട്. ബിസിനസ് നടക്കുന്നുണ്ട്, അതൊരു പ്രശ്നമല്ല. ഈ ബിസിനസ് നടക്കാത്തവർ കൂടി അങ്ങനെ മേടിക്കും. ഇപ്പൊ രണ്ട് പടം ഹിറ്റ് ആകുമ്പോൾ ഒരാൾ പെട്ടെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബിസിനസ് നമുക്കിപ്പോ മമ്മൂക്കായും മോഹൻലാലിന്റെ മാത്രമേ ബിസിനസ് വരാൻ കാരണം എന്ന് വെച്ചാൽ ലാൽ സാറിന് വരാൻ കാരണം ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. ഒരു ക്രെഡിബിലിറ്റിയാണ്. ഏത് ഇൻഡസ്ട്രി പോയാലും ബഹുമാനിക്കപ്പെടുന്ന ആള്. അപ്പോൾ അത്രയും റിട്ടേൺ ഉറപ്പുണ്ടെങ്കിൽ ആ മേടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ റിട്ടേൺ ഉറപ്പുണ്ടായിരിക്കണം. ഇനി ഇൻ കേസ് അവിടെയാണ് സുരേഷ് പറയുന്ന വേറൊരു കാര്യം, ലാസ്റ്റ് ടൈം വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പൊ ടോവിനോ ഐഡന്റിറ്റി എന്നുള്ള സിനിമ ഏതാണ്ട് ഒരു സാമ്പത്തിക വലിയ സിനിമ ഹിറ്റാണ്, പക്ഷെ നിർമ്മാണ ചെലവ് കൂടിയതുകൊണ്ട് ആ സിനിമ നിർമ്മാതാവിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ടോവിനോ ചെയ്യുന്ന അടുത്ത പടം ചെയ്തു കൊടുക്കാൻ തോന്നുന്നു. ടോവിനോക്ക് തന്നെ ഒരുപാട് പ്രതിഫലം കൊടുക്കാനുണ്ട് നിർമ്മാതാവിന്, അദ്ദേഹം അത് മേടിച്ച് ചോദിച്ചതുമില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു കോംപ്രമൈസ് നസീസ അത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പൊ ലാൽ സാർ മമ്മൂക്ക ചെയ്തിട്ടോ, എനിക്കൊന്ന് സഹകരിത്ത അപ്പച്ചന്റെ ആദ്യത്തെ പടം മമ്മൂക്ക വെച്ചുള്ള ഫ്ലോപ്പാണ്, ഫാസിലിനെ വെച്ചുള്ള. പക്ഷെ രണ്ടാമത് മമ്മൂക്ക തന്നെയാണ് പറഞ്ഞത് അയാൾക്ക് സിനിമ കൊടുക്കണം, അയാൾക്ക് നഷ്ടമാണ്. ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയ പിള്ളേർക്ക് അത് എത്രത്തോളം അറിയാന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് നല്ലൊരു പങ്കും ഈ സിനിമ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പൊ ബാദുഷാ ഒരേ സമയം 4 സിനിമയൊക്കെ എടുക്കും. ബാദുഷാന്റെ ഒരു സിനിമയ്ക്ക് പോലും കൂടുതൽ ചെലവായി ഞാൻ കേട്ടിട്ടില്ല. കാരണം അവർക്ക് അതിനോട് ആ സിനിമ നടക്കുക എന്നുള്ളതാണ്, അത് എൻജോയ് ചെയ്യുക, അത് ആസ്വദിക്കുക, സിനിമ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആളുകൾ കൂടുതൽ ഉണ്ടാവും. ടോവിനെ പോലെ, അല്ലെങ്കിൽ അമുഖാനെ പോലെ, ലാൽസാറിനെ പോലെയുള്ള. അതിനിടയ്ക്ക് ചില ആളുകൾ പെട്ടെന്ന് ഈ ഗ്ലാമർ കണ്ട് 4 ഹിറ്റ് ആകുമ്പോഴേക്ക് പെട്ടെന്ന് കാശ് കൂടി പരമാവധി വാരാൻ ശ്രമിക്കുന്നതാണ് ഒരു പ്രശ്നം. പിന്നെ ഈ പറയുന്നതിന്റെ വേറെ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രശ്നം താരങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് താരങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ചെയ്യാം. പക്ഷെ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ താരങ്ങൾ പല അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ OTT വന്നതിന് ശേഷമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. OTT വന്നുകൊണ്ട് അവരുടെ സ്റ്റാർ വാല്യൂവിന് നിശ്ചിത തുക കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ സേഫ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ലാൽ സാറും ദിലീപും അതിന്റെ മുമ്പേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് പുതിയ കാര്യമൊന്നുമല്ല, നഷ്ടവും ലാഭവും ഒക്കെ മുമ്പേ വന്നിട്ടുണ്ട്. അപ്പം താരങ്ങൾ ഒരു പരിധി കൂടുതൽ എല്ലാ സിനിമയും അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് സിനിമ കിട്ടാതാവും. കാരണം ഇവരുള്ളതുകൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് താരങ്ങൾ ഉണ്ടാക്കിയ നിർമ്മാതാക്കളാണ് അത് സിനിമയ്ക്ക് ആള് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ ചരിത്രം, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ സിനിമ അവരുണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ലാൽ സാബ് തുടരും എന്നുള്ള സിനിമ ചിപ്പി രഞ്ജിത്ത് ആയിരുന്നു, ആശീർവാദ് ഫിലിംസ് അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പം മമ്മൂക്ക തന്നെ ഉണ്ടാന്നുള്ള സിനിമ വേറെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരത് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ചുകൂടി കുറച്ചുകൂടി സിനിമകൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നതിന്റെ മാതിരി നഷ്ടം ഒരു യാഥാർത്ഥ്യമാണ്. ആ നഷ്ടം ഉണ്ടാകുമ്പോൾ മമ്മൂക്കയും ലാലേട്ടനും മാത്രമല്ല, ഡയറക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അത് കുറയ്ക്കണം. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്യണം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പലരും രഹസ്യമായി ചെയ്യാറുണ്ട്, അത് ചർച്ചയാവുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് ട്രെൻഡ് ആയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഈ ടെക്നീഷ്യൻസും ഇവരൊക്കെ തന്നെ ഈ പുതിയ ടെക്നീഷ്യൻ, പണ്ടത്തെ ആളുകൾക്ക് ആ സിനിമേനെ അറിയാം. പെട്ടെന്ന് 2 സിനിമ ഹിറ്റ് ആകുമ്പോഴേക്ക് പെട്ടെന്ന് പ്രതിഫലം കൂട്ടുക, ഓവർസീസ് റൈറ്റ് മേടിക്കുക. അപ്പൊ ഇതിനൊക്കെ ബാധ്യത പ്രൊഡ്യൂസറിനാണ് വരുന്നത്. ഇവിടെ ഈ ഹെവി ടാക്സ് കൂടി വരുമ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആ ഒരു പരിധിയിൽ കൂടുതൽ ബിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മേടിക്കുന്ന ആ ഒരു ടെൻഡൻസി കുറയണം. അപ്പം പൊതുവാൾ രതീഷ് പൊതുവാളോ അദ്ദേഹത്തെ പറ്റിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഹിറ്റായി, പിന്നെ പെട്ടെന്ന് അദ്ദേഹം പ്രതിഫലം കൂട്ടിയെന്ന് പറയുന്നു. അപ്പൊ സംവിധായകൻ ചിന്തിക്കുന്നത് എങ്ങനെ ആയിരിക്കും, ഈ പറയുന്ന പോലെ ആക്ടേഴ്സ് കൂട്ടാൻ എനിക്കും കൂട്ടിക്കൂടത്. പക്ഷെ കാര്യം അവർ കൂട്ടാം. പക്ഷെ ആ സിനിമയ്ക്ക് നഷ്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആക്ടേഴ്സിനെ പോലെ തന്നെ അവരും അതിന്റെ ഭാഗമായിട്ട് ആ നഷ്ടം ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആരോഗ്യകരമായ ഈ സിനിമ ഇൻഡസ്ട്രി നിന്നുപോകും. പിന്നെ ഇവര് പലതും സുരേഷിന് ഈ പറഞ്ഞ പോലെ പുതിയ നിർമ്മാതാക്കൾ വരുന്നതിന് എതിർപ്പാണ്, അസൂയ, അതൊന്നല്ല. അവര് കഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് പുതിയ നിർമ്മാതാക്കൾ വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. എങ്കിലേ ഇൻഡസ്ട്രി വൈബ്രന്റ് ആവും. പക്ഷെ
പുതിയ നിർമ്മാതാക്കൾ വരുമ്പോൾ അവർ കാര്യം പഠിച്ചിട്ട് വേണം വരാൻ. അവർ ഉള്ളത് ഗൾഫിലൊക്കെ പോയി, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സിനിമയെ താല്പര്യമുണ്ട്. ഗൾഫിലൊക്കെ പോയി നമ്മൾ ഈ ഇങ്ങനെ നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടോ, ഏതായാലും നടനൊന്നും ആകാൻ പറ്റിയില്ല എങ്കിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, ലാഭത്തിന് വേണ്ടിയിട്ടാണ്, ലാഭം ഉണ്ടാക്കുന്ന സിനിമ അല്ലെ നഷ്ടം ഉണ്ടാക്കുന്ന സിനിമ. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളത് ആകപ്പാടുള്ള എല്ലാ സ്വത്തും വെച്ചുകൊണ്ടായിരിക്കും ഈ സിനിമ നമ്മൾ ചെയ്യുന്നത്. അവസാനം അവര് പണ്ടത്തെ അവസ്ഥയിലേക്ക് ഒരു കൂലി തൊഴിലാളിയായി മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ല മനസ്സുള്ളതുകൊണ്ട് പറഞ്ഞ കാര്യമാണത്. പിന്നെ ആന്റണിയെ സംബന്ധിച്ച് ആന്റണിക്ക് വിഷമം ഉണ്ടാക്കിയ സാധനം എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന്റെ സിനിമയുടെ ബജറ്റ് ഇത്ര അദ്ദേഹം അറിയാതെ അങ്ങ് പറഞ്ഞു. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ല പിന്നെ അത് പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ അത് പിന്നെ ബിസിനസിനെ ബാധിക്കും. പലപ്പോഴും നമ്മൾ ഒരു കച്ചവടം 2 കോടിക്കാണ് നമ്മൾ ഒരു സ്ഥലം മേടിച്ചെങ്കിൽ നമ്മൾ 4 കോടിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് 6 കോടിക്ക് വിൽക്കുക. ഇത് ബിസിനസ്സാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു. സുരേഷ് കുമാർ അത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ വിവാദം കുറെയൊക്കെ ഈ മീഡിയ ഉണ്ടാക്കുന്നതാണ്. കാരണം മീഡിയക്ക് ഇപ്പൊ എല്ലാ ദിവസവും നടന്നുകൊണ്ട് ഡിജിറ്റൽ മീഡിയക്ക് വലിയ ഡിജിറ്റൽ മീഡിയ അതുപോലെ മെയിൻ സ്ട്രീം മീഡിയ സിനിമയിലെ ക്യാമ്പസിൽ ഇഷ്ടംപോലെ കൊത്തി വലിക്കാനുള്ള ചാടി വീഴും. ഇവരെ ഇടപെട്ടാണ് ഇത് അലമ്പാക്കുന്നത്. അപ്പൊ ഇത് അമിക്കബിൾ ആയി സെറ്റ് ആണ്. മോഹൻലാലും പാനണിയുടെ പിന്നെ പോസ്റ്റ് മോഹൻലാൽ ചെയ്ത സുരേഷ് വലിയ വിഷമമായിട്ടുണ്ടോ? സുരേഷ് കാരണം ഇവരൊക്കെ അങ്ങനെയുള്ള ചങ്ക് സുഹൃത്തുക്കളല്ലേ. അപ്പൊ ആ രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരെന്നെ അത് സോൾവ് ചെയ്യുന്നു അധികം ഒരു രീതിയിൽ. കാരണം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് മൊത്തം സിനിമയ്ക്ക് നഷ്ടമാണ്. ഇപ്പം തന്നെ സിനിമയെ പറ്റി എല്ലാവരും ഒരു നെഗറ്റീവായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അടുത്തിടെ വന്ന ഇങ്ങനെയുള്ള ചില വിവാദം, വിനയന്റെ കാലം തൊട്ടുണ്ടായ വിവാദങ്ങളുണ്ടാകും. ഇത്തരം വിവാദങ്ങളുണ്ടായ സിനിമയെ പറ്റിയുള്ള ഇംപ്രഷൻ കുറയും, സിനിമക്കാരെ പറ്റിയുള്ള ഇംപ്രഷൻ കുറയും. സിനിമക്കാരെ ഭൂമി അടിക്കുമ്പോൾ ആളുകൾ സംശയിക്കും, കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആളുകൾ സംശയിക്കും, അങ്ങനെയൊക്കെ വരും. ആ ഗ്ലാമർ അങ്ങ് നഷ്ടപ്പെടും. അതിന്റെ ഭാഗമാണല്ലോ, ഇൻഡസ്ട്രി അത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കോംപ്രമൈസ് ആയി പോകും. ഇവരെല്ലാവരും പറയുന്നതിന് കാര്യമുണ്ട്. നടന്മാർക്ക് സിനിമ നിർമ്മിക്കാതിരിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർക്ക് ഒരുപാട് ഒന്ന് അറിവില്ലായ്മയുടെ പ്രശ്നമുണ്ട്, 2 പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊക്കെ കുറച്ച് സിസ്റ്റമാറ്റിക് ആയി ഇത് സിനിമയ്ക്ക് നല്ലൊരു വിവാദം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ആരോഗ്യകരമായ സിനിമയിൽ വരും. അങ്ങനെ വരാനാണ് സാധ്യത. അങ്ങനെ പക്ഷെ പിന്നെ മീഡിയത്തിന്റെ ഇടയിൽ കുത്തി കളിച്ച് അങ്ങോട്ട് പോയി ചർച്ചയ്ക്ക് പോരുന്നതാണ് എന്റെ അഭിപ്രായം. ചർച്ചയ്ക്ക് പോകുന്നതാണ് പ്രശ്നം. ഇപ്പൊ സിനിമ എല്ലാം നടക്കുന്ന ചില ആളുകൾ ഈ ചർച്ചയ്ക്ക് പോയി ആളാകാൻ ശ്രമിക്കുന്നുണ്ട്. അത് നോക്കണ്ട. ഈ ലൈവായി നിൽക്കുന്ന ആളുകളൊന്നും വലിയ ചർച്ചയ്ക്കൊന്നും ഉണ്ടാവില്ല. സുരേഷ് ഏട്ടൻ പിന്നെ അദ്ദേഹം പിന്നെ ഒരു ഇതിന്റെ ഒരു കാരണവരാണ്. ഇപ്പൊ ലാൽ സാർ, മമ്മൂക്ക എന്നൊക്കെ പറയുന്നത്, ജോഷി സാർ ഒന്നും മീഡിയയിലൊന്നും പോവുകയില്ല. സത്യേട്ടനും മീഡിയ അങ്ങനെയൊന്നും പോവില്ല. അപ്പം ഇവരൊക്കെ പറയുന്നതിൽ കാര്യം ഉണ്ടാവും. അല്ലെ എല്ലാവരും പോയി മീഡിയന് മുന്നിൽ സംസാരിക്കുമ്പോൾ അലംഭാവനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.